ഫ്രണ്ട്സ്, ഈ കാണുന്ന നമ്മുടെ തേക്കിൻകാട് മൈതാനം ഓണപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പൂക്കളെത്തിണ്ട്. തമിഴ്നാട്ടിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് പൂക്കളെത്തിണ്ട്. ഡിഫറെൻറ്റ് ബിസിനസ് സംരംഭങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വെറുതെ ഒന്ന് തൃശ്ശൂർ പോയതാണ്. തേക്കിൻകാട് മൈതാനത്തിൽ കയറിയപ്പോഴാണ് ഇതേപോലത്തെ കാര്യങ്ങൾ കാണുന്നത്. മണ്ണ് കൊണ്ടുള്ള ദൈവം തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ, ചെണ്ടുമല്ലി പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 120 140 രൂപയാണ് കേട്ടോ 1 കിലോഗ്രാമിന് പറഞ്ഞത്. മറ്റു പൂക്കളാണെങ്കിൽ 80 രൂപ. പിന്നെ റോസാപ്പൂവിന് ചോദിച്ചപ്പോൾ ഏകദേശം 400 രൂപയുടെ അടുത്താണ് പറഞ്ഞത്. എന്നിരുന്നാലും അവർ പറഞ്ഞു ഹോൾസെയിലൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് റേറ്റിൽ വ്യത്യാസങ്ങൾ വരും എന്നുള്ളൊരു കാര്യവും പറഞ്ഞു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കേട്ടോ ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്നത് പോലെ പൂക്കൾ ഇട്ട് വെച്ചിരുന്ന് കാണുന്നത്. പൂക്കളൊക്കെ ഒരുവിധം കഴിയാറായി. ഞാൻ നോക്കുമ്പോൾ സ്റ്റുഡൻസും ഒരുപാട് ചേച്ചിമാരൊക്കെ വന്ന് ബൾക്കായിട്ടാണ് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ സ്കൂളിലത്തെ മത്സരത്തിനും പൂക്കള മത്സരത്തിനും അല്ലെങ്കിൽ മറ്റ് അവരുടേതായിട്ടുള്ള കമ്പനിയോ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ പൂക്കള മത്സരത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇതേപോലെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ കണ്ടൊരു സംഭവം ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതോടൊപ്പം തന്നെ പൂക്കളുടെ ആ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും കളർഫുള്ളാണ് പൂക്കളായാലും. അതോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബിസിനസ്സുകളായാലും ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ആ ഒരു ബിസിനസ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഈ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ആളുടെ അടുത്താണ് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വില കുറച്ച് തരാം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ. പട്ടുസാരിയാണ് 250 രൂപയാണ് ആൾ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത്. അതേപോലെ തന്നെ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോട് ചേർന്നിട്ട് തന്നെ ഇതിലും പട്ടുസാരി ഉണ്ട്. അവരും പറഞ്ഞത് 200 250 സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കമ്മൽ. ഇതൊക്കെ വളരെ റേറ്റ് കുറവുണ്ടോ തന്നെ 20 രൂപയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ ഇത് സോഫയിലൊക്കെ ഇടുന്ന വിരികളാണ്. ഇതിന് കുറച്ച് നല്ല റേറ്റ് പറഞ്ഞു. 600 രൂപയുടെ അടുത്തൊക്കെയാണ് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത്. ഈ കേരള സാരിക്കൊക്കെ വെറും 250 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് ആള് പറഞ്ഞത്. സാരിയുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കേരള സാരിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കത്തി കളക്ഷനുകൾ ഉണ്ട്. സ്റ്റാർട്ടിങ് ഞാൻ ചോദിച്ചപ്പോൾ 60 to 600 രൂപ വരെയുള്ള വെട്ടോത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പലാസ 100 രൂപയുടെ പലാസ, അതേപോലെ തന്നെ 200 രൂപയ്ക്ക് നല്ല അടിപൊളി ബാഗ്, ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കമ്മല്, ഒരുപാട് കളക്ഷൻസ്. നമ്മുടെ പുലിക്കളിക്കുള്ള മുഖംമൂടി, അതൊക്കെ കാണാനായിട്ട് നല്ല അട്രാക്റ്റീവ് മുഖംമൂടികളാണ് കേട്ടോ. ചില്ലറക്കാരന്മാരല്ല. ഈ ബലൂൺ ഉണ്ടല്ലോ, അത് കാറ്റത്ത് ഇങ്ങനെ ആ വെയിലും കൂടി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പറക്കണത്. അതേപോലെ തന്നെ 30 രൂപ പ്രൊഡക്റ്റുകളുണ്ട്. ഏതെടുത്താലും 30 രൂപ എന്ന് പറയുന്ന സംഭവം. ഒരുപാട് സാധനങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി പാലക്കാടൻ കത്തികൾ, മുകളിലിരിക്കുന്ന ആ കത്തികളുണ്ടല്ലോ, അവയ്ക്ക് ഏകദേശം 600 രൂപ വരെ അടുത്ത് റേറ്റ് വരും കേട്ടോ. അതേപോലെ തന്നെ ഈ ചട്ടിയാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞ് 200 രൂപ വരെ അടുത്താണ്. ബേൽപൂരി പാനിപ്പൂരി കട സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അതിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു അടിപൊളി ചായക്കടയുണ്ട്. അതേപോലെ തന്നെ കുലുക്കി സർബത്ത് കാര്യങ്ങളൊക്കെ ആ കടയുടെ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഫുള്ള് പ്യുവർ കോട്ടൺ ആണെന്നാണ് പറയുന്നത്. തലയണ കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 രൂപയിൽ സ്റ്റാർട്ടിങ് കൊണ്ടിട്ട് അതിനകത്ത് ഈ കട്ടിയുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, മറ്റേ സെറ്റിയിലൊക്കെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വളരെ വില കുറവാണ്. പ്യുവർ കോട്ടൺ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഈ ഓണത്തിന് വില കുറവിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തേക്കിൻകാട് മൈതാനത്തേക്ക് വിട്ടോട്ടോ. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്.